ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ താമസിക്കുന്ന ഫൊർമോയ് ടൗണിൽ തന്നെ നമുക്ക് ഒരു ടെസ്കോ ഷോപ്പ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി ആർക്കും ടെസ്കോ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങ് സിറ്റി വരെ പോകേണ്ട ആവശ്യമില്ലല്ലോ. നമുക്കിവിടെ സ്വന്തമായിട്ട് നമ്മുടെ ടെസ്കോ ഷോപ്പ് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ലാസ്റ്റിൽ തുടങ്ങിയ പണിയാണ്. അത് ഇന്ന് രാവിലെ വരെയും കൊണ്ട് തീർന്നതിന് ശേഷമാണ് ഇത് ഇന്ന് ഓപ്പൺ ആയിരിക്കുന്നത്, 24 ജൂലൈ. അപ്പോൾ നമ്മൾ ഇതുവഴി പോകുമ്പോഴൊക്കെ ഈ പണി നടക്കുന്നതൊക്കെ കാണാറുണ്ടായിരുന്നു. ടെസ്കോയിൽ എത്തിയതിന് ശേഷം ഒരു പാർക്കിങ്ങിന് വേണ്ടി ഒരു 3-4 റൗണ്ട് ഞങ്ങൾ അവിടെ ചുറ്റി കാണും. അത്രയും കണ്ണ് റൗണ്ട് അടിച്ചിട്ടാണ് ഞങ്ങൾക്ക് അവസാനം ഒരു പാർക്കിംഗ് തന്നെ കിട്ടിയത്. ചിലരൊക്കെ പർച്ചേസ് ചെയ്തതിന് ശേഷവും അവർ കാറിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു, ഒരു പോകുന്നില്ല. അങ്ങനെ അവർ പോയാലല്ലേ നമുക്കൊരു സ്ലോട്ട് കിട്ടത്തുണ്ടായിരുന്നുള്ളൂ. പിന്നെ അവസാനം ഞങ്ങൾക്കൊരു സ്ലോട്ട് കിട്ടി, ഞങ്ങളവിടെ പാർക്ക് ചെയ്തു. അങ്ങനെ ഞങ്ങൾ നേരെ ടെസ്കോയിലോട്ട് വെച്ച് പിടിക്കുകയാണ്. പിന്നെ ഇന്ന് നല്ല വെയിലുള്ള ദിവസമായിരുന്നുകൊണ്ട് എല്ലാവരും സമ്മർ വെയേഴ്സൊക്കെ ഡ്രസ്സൊക്കെ ഇട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ പുറത്ത് ഇന്ന് ഓപ്പണിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ ഒരു 4-5 ഫുഡ് സ്റ്റോൾ ഉണ്ടായിരുന്നു. പുറത്ത് ഐസ്ക്രീമും ഗാർലിക് ബ്രെഡും സോസേജും പിന്നെ ബട്ടറിൻ്റെയും കോഫിയുടെയും ഒക്കെ ഒരു ഫുഡ് സ്റ്റോൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓരോ ഫുഡ് സ്റ്റോളിൽ നിന്നുള്ള ഓരോ ഐറ്റംസ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഓറെന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ ബട്ടറായിരുന്നു തോന്നുന്നു. അത് ഇച്ചിരി നല്ല ടേസ്റ്റ് പോലെയൊക്കെ തോന്നി. അപ്പോൾ ഇതൊക്കെ പുതിയ പ്രോഡക്റ്റ്സ് ആയിരുന്നുകൊണ്ട് അതിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഓരോ സ്റ്റോളൊക്കെ ഇറക്കിയതാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് കയറിയപ്പോൾ തന്നെ ഒരു ക്യൂ ഒക്കെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും അതിൻ്റെ ബാക്കിലേക്ക് കയറി നിന്നു. എന്താണെന്ന് അറിയില്ലെങ്കിലും ഈ ക്യൂ കാണുമ്പോഴത്തേക്ക് നമുക്ക് നിൽക്കാനൊരു ആകാംക്ഷ തോന്നുമല്ലോ. അങ്ങനെ പിന്നെ നിന്നപ്പോൾ മനസ്സിലായതൊരു ഗെയിം സെഷനാണെന്ന്. അപ്പോൾ എനിക്ക് മുന്നിൽ നിന്ന് 2-3 പേർക്കൊക്കെ ചോക്ലേറ്റും ഒരു 10 യൂറോ കാർഡൊക്കെ കിട്ടി. അങ്ങനെ എൻ്റെ ടേണും വന്നു, ഞാനും സ്പിൻ ചെയ്തു. ഞാൻ ആദ്യത്തെ പ്രാവശ്യം കറക്കിയപ്പോൾ ട്രൈ അഗെയിൻ വന്നു. അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം സ്പിൻ ചെയ്തു. അപ്പോൾ നമുക്കിതിൽ വിൻ ചെയ്താലും ഇല്ലെങ്കിലും നമുക്ക് ഇങ്ങനത്തെ മത്സരങ്ങളോട് പണ്ടേ ഭയങ്കര ഇഷ്ടമാണല്ലോ. നാട്ടിലാവുമ്പോഴാണെങ്കിൽ നമ്മൾ പൈസ കൊടുത്തിട്ടായിരിക്കും ഇതേപോലത്തെ മത്സരങ്ങളിലൊക്കെ ഇറങ്ങുന്നത്. അങ്ങനെ രണ്ടാമത്തെ ടേണും കറങ്ങി തീരാറായി. അങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് വിന്നറാകുമോ ഇല്ലയോ എന്നുള്ളത്. അടിച്ചു മോനെ, അടിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളിത് ടെസ്കോയ്ക്കകത്ത് കയറി ഓരോന്ന് കണ്ടു തുടങ്ങി. ഒരു സൈഡിൽ നിന്ന് തന്നെ അങ്ങ് തുടങ്ങിയെന്ന് പറയാം. ആദ്യം ഡ്രസ് സെക്ഷനിൽ പോയി ജസ്റ്റ് ഒന്ന് ഓടി നടന്ന് കണ്ടു. അവിടെ നിന്ന് പ്രത്യേകിച്ചൊന്നും മേടിക്കാനില്ലായിരുന്നു. നമുക്ക് ഇച്ചിരി സ്റ്റേഷനറി ഐറ്റം മാത്രമേ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. പിന്നെ ചില സെക്ഷൻസൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ഡിസ്പ്ലേ മാത്രമേ അവിടെ കാണത്തുള്ളൂ. ഈ ഡെക്കറേറ്റീവ് ഐറ്റംസൊക്കെ വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. കുറേ ക്യാൻഡിൽസും നല്ല ക്യാൻഡിൽസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ക്ലബ് കാർഡ് പ്രൈസസിന് കുറേ ഐറ്റംസൊക്കെ നല്ല വില കുറവുണ്ടായിരുന്നു. അതുപോലെ അവിടെ TV ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലും ക്ലബ് കാർഡ് പ്രൈസ് ഓഫർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ യഥാർത്ഥ പർച്ചേസ് തുടങ്ങുന്നത് ഇവിടെ നിന്ന് മാത്രമാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ടെസ്കോയിൽ നിന്ന് മാത്രം വാങ്ങുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും സിറ്റിയിൽ പോകുമ്പോഴാണ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങാറ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ വീട്ടിനടുത്ത് ചെയ്യുന്ന സംഭവം വന്നതുകൊണ്ട് അതെന്തായാലും യൂസ്ഫുള്ളായി. പക്ഷേ ടെസ്കോയിൽ ഇതിനു മുൻപ് കണ്ടിട്ടില്ലാത്ത ചില സാധനങ്ങളൊക്കെ വന്നിട്ടുള്ളതായിട്ടൊക്കെ തോന്നി. പിന്നെ ഞങ്ങൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും നോക്കാനൊന്നും നിന്നില്ല. ഞങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം പർച്ചേസ് ചെയ്ത് പെട്ടെന്ന് നീങ്ങുകയാണ് ചെയ്തത്. അപ്പം നമ്മുടെ പർച്ചേസൊക്കെ കഴിഞ്ഞ് നമ്മൾ തന്നെ സ്വന്തമായിട്ട് ബില്ലൊക്കെ ചെയ്ത് ഞങ്ങൾ അവസാനിച്ചിരിക്കുകയാണ് നമ്മുടെ ടെസ്കോയുടെ ഷോപ്പിംഗ്. പിന്നെ അതിൻ്റെ ഒരു സൈഡിൽ തന്നെ ഫോണിൻ്റെ ഒരു ഷോപ്പും കൂടെ ഉണ്ട്. അങ്ങനെ അതും ഒന്ന് കണ്ടിട്ട് ഞങ്ങളിത് തിരിച്ച് വീട്ടിലോട്ട് പോകാനായിട്ടൊക്കെ ഇറങ്ങി. ഗിഫ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം അല്ലേ? ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ? കോഫി മഗ്. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. നല്ല സാധനം. ഇങ്ങനെ കോഫി പൗഡർ ഇട്ട് കോഫി ഉണ്ടാക്കി കുടിക്കണം കേട്ടോ. ഇത് ആർക്കും ഉപകാരപ്പെടും.
I can use it. നെക്സ്റ്റ് കോഫി പ്രോട്ടീൻ. Velo coffee protein. Yeah, nice. നെക്സ്റ്റ് കോഫി ക്യാപ്സൂൾസ്. വെലോ കോഫി ക്യാപ്സൂൾസ്. ഒരു ഗിഫ്റ്റ് റാമ്പ് ആയിരിക്കും അത് കിട്ടിയിരിക്കുന്നത്. എല്ലാം വെലോയുടെ പ്രോഡക്റ്റ്സ് ആണ്. ഇതിനകത്ത് കോഫി പൗഡറാണോ? ഇതിട്ട് കുടിക്കാതെ ഇതല്ലാതെ പൊട്ടിച്ചിടാല്ലേ? പൊട്ടിച്ചിടാം. ഒരു ഗ്ലാസ് എടുക്കുക, പൊട്ടിച്ചിടുക. സാഷറ്റ് പോലെ ഉപയോഗിക്കാം. ആക്ച്വലി അത് തന്നാലേ അത് നമുക്ക് ഉപകാരപ്പെടുള്ളൂ. You have to purchase the machine. ഇത് വേണ്ടിയിട്ട് ഇനി മിക്സിയമാണ്. ഇത് രണ്ട് ഡിഫറെന്റ് ഫ്ലേവേഴ്സ്. കോഫി റോസ്റ്റേഴ്സ്. അങ്ങനെ കോഫിയുമായിട്ടാണ് ഞാൻ ഇന്ന് മലപ്പുറത്ത് നടത്തിയിരിക്കുന്നത്. രീതിയിലാണ് ഇത് തുറന്നിരിക്കുന്നത്. ഇപ്പൊ കണ്ടുപിടിച്ചു. Nice. Two different flavors. എനിക്ക് കിട്ടിയ സമ്മാനം പ്രൈസാണ്. പ്രൈസ് മണി. ലക്കി പ്രൈസ്. എന്ന് ലക്കിയാണ്. ഇന്ന് ലക്കിയാണ്. അത് ഒരു ലോട്ടോ ടിക്കറ്റ് കൂടെ എടുക്കാമായിരുന്നു.